ഇന്നലത്തെ എപ്പിസോഡിൽ നാറി നാണം കെട്ട് തൊലി ഉരിഞ്ഞു പോയ രണ്ട് കണ്ടസ്റ്റൻസ് ആണ് നമ്മുടെ ജബ്രി കോംബോ. ജാസ്മിനെയും ഗബ്രീനെയും അക്ഷരാർത്ഥത്തിൽ അവിടെ തേച്ചൊട്ടിക്കാത്തതായിട്ട് ആരുമില്ല. ലാലേട്ടനടക്കം എല്ലാവരും തേച്ചൊട്ടിച്ചു. ജാസ്മിന്റെ ആ ഒരു ഫോൺ കോൾ കൂടി നമ്മളെ കേൾപ്പിച്ചിരുന്നുവെങ്കിൽ അത് വായനെ. പക്ഷെ ലാലേട്ടൻ തുടക്കത്തിൽ തന്നെ അത് ഡീൽ ചെയ്ത് വിട്ടു. ജാസ്മിന്റെ അച്ഛൻ ഹോസ്പിറ്റലിലാണ് ഇപ്പോ എന്നൊക്കെ പറഞ്ഞ് വിഷയത്തെ ഡൈവേർട്ട് ചെയ്ത് വിട്ട പോലെ എനിക്ക് ഫീൽ ചെയ്തു. അത് വേറെ കാര്യം. ജബ്രി കോംബോയിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അപ്സര പറയുന്നു ഗബ്രിക്ക് ഒരു പ്രശ്നം വന്നാൽ ഗബ്രിയോട് പറയണോ ജാസ്മിനോട് പറയണോ, ജാസ്മിന് ഒരു പ്രശ്നം വന്നാൽ ഗബ്രിയോട് പറയണോ ജാസ്മിനോട് പറയണോ എന്ന കൺഫ്യൂഷനിലാണ് ഞാൻ എന്ന. യമുന പറയുന്നു ഇവരെപ്പോഴും ഒരുമിച്ചാണ്. ശരണ്യ പറയുന്നു അവർ രണ്ടല്ല ഒന്നാണ് എന്ന്. മുടിയൻ പറയുന്നു ഗബ്രി ജാസ്മിന്റെ വിഷയത്തിൽ ഇടപെടുന്നു, ജാസ്മിൻ ഗബ്രിയുടെ വിഷയത്തിൽ ഇടപെടുന്നു എന്ന്. ശ്രീരേഖ മൊത്തത്തിൽ ഗബ്രിയുടെ മറ്റേ ആ ഒരു മാനിപ്പുലേഷൻ ഗെയിം പൊളിച്ചടുക്കി വിടുന്നുണ്ട്. ജാസ്മിനെ പവർ ടീമിൽ കയറ്റിയ ആ ഒരു വിഷയം എടുത്ത് ഇട്ടിട്ട് അത് പൊളിയായിരുന്നു. ശ്രീരേഖയുടെ ആ ഒരു ഗെയിം അധികം ആരും പറഞ്ഞു കേൾക്കാത്ത ഒരു പോയിന്റ് ആയിരുന്നു അത്. റോക്കി പറഞ്ഞത് ഇവരുടെ രണ്ടുപേരുടെയും വൈബാണ്, ചതി, വഞ്ചന, നിലപാടില്ലായ്മ, മാനിപ്പുലേഷൻ, അങ്ങനെ 4-5 പോയിന്റുകൾ പറഞ്ഞു. സിജോ പറയുന്നുണ്ട് ആ രണ്ട് വാഴകളുടെ ചോട്ടിലാണ് ഇവരുടെ വിഹാര കേന്ദ്രം, അതിന് ചോട്ടിലിരിക്കും രണ്ടും കൂടെയാണ്. എന്തായാലും ജാസ്മിനും ഗബ്രിയും അറിഞ്ഞുകൊണ്ട് തന്നെ വരുത്തി വെച്ച ആ ഒരു ടാർഗറ്റിങ്ങും കോർണറിങ്ങുമാണ് ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടത്. സ്ക്രീൻ സ്പേസിന് വേണ്ടി നാടകം കാണിച്ചു, പ്രേക്ഷകർ ഏറെ കയറ്റി, ലാലേട്ടൻ അവിടെ പോയി അത് ചർച്ചാ വിഷയമാക്കി. അത്രേ ഉള്ളൂ. അല്ലാതെ അവരെ ഒറ്റപ്പെടുത്തി എന്നും പറഞ്ഞ് ആർക്കും സിമ്പതി തോന്നേണ്ട കാര്യമൊന്നുമില്ല അവരുടെ അടുത്ത്. ജബ്രി ആയിട്ട് വരുത്തി വെച്ചത് ജബ്രി ആയിട്ട് അങ്ങ് അനുഭവിച്ചു. അത്രേ ഉള്ളൂ കാര്യം. പിന്നെ ലോല മനസ്സുള്ള കുറെ ആളുകൾ നമുക്കിടയിലുണ്ട്. ബിഗ് ബോസിൽ ആരെങ്കിലും ഒറ്റപ്പെടുന്നുണ്ടോ എന്ന് നോക്കി നടക്കുന്ന ആളുകൾ. അവരോടാണ് ഇനി എനിക്ക് പറയാനുള്ളത്. ആരും ജബ്രികളെ അവിടെ ഒറ്റപ്പെടുത്തിയിട്ടില്ല. അവർ ഈ സ്വയം ഒറ്റപ്പെട്ട് നടന്നതാണ്. ഈ ഒരു 2 ആഴ്ച മുടങ്ങാതെ ലൈവ് കണ്ട് എനിക്ക് അത് 100% ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അതുകൊണ്ട് വലിയ സഹതാപ തരംഗം ഇറക്കി അട്ടർ ഫേക്കുകളായിട്ടുള്ള ജബ്രികളെ വൈറ്റ് വാഷ് ചെയ്യരുത്.